പാഠം 16 ഏണി. എ എന്ന് പറഞ്ഞ അക്ഷരമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. എ എ മുകളിലേക്കും താഴേക്കും കയറാനും ഇറങ്ങാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് എൻ്റെ ഏണി അല്ലേ. ഇനി ഇത് വായിച്ചേ. എ ലി എലി, ഏലം, ഏഷണി ഏഷണി, പേന പേന, വേണം. ഇനി അടുത്ത പാഠം റിവിഷൻ അല്ലേ നമ്മൾ ചെയ്യുന്നത്. പാഠം 17 ഐരാവതം. ഐരാവതം, ഇന്ദ്രന്റെ ആനയുടെ പേര് എന്താണ്? ഐരാവതം. ഐരാവതം ഐരാവതം. എ ഐ. ടീച്ചറിന്റെ കൂടെ വായിച്ചേ. ഐണം ഐസ്, ഐണം ഐസ്. തൈമാവ് തൈമാവ്. ഇനി പാഠം 18 മരുഭൂമിയിലെ വാഹനം. വായിച്ചേ. മരുഭൂമിയിലെ വാഹനം എന്താ? ഒട്ടകമാണ്, ക്യാമൽ അല്ലേ. ക്യാമലിന് ഈ മുകളിൽ ഈ കണ്ടോ ഒരു ഹമ്പ് കണ്ടോ? അതെന്താണെന്നറിയാവോ? അപ്പോൾ ഡെസേർട്ടിൽ കൂടെയൊക്കെ മരുഭൂമിയിൽ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വെള്ളം കിട്ടാതെ വരും അല്ലേ. അപ്പം അതിന് വേണ്ടിയ വാട്ടർ ആൻഡ് ഫുഡ്, വെള്ളവും ആഹാരവും എല്ലാം അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരറയാണ് എൻ്റെ ഈ കാണുന്ന ഹമ്പ്. ഒട്ടകം ഒട്ടകം ഒട്ടകം. ഒട്ടകം. ഒടിവ് ഒടിവ്. ഒരുമ ഒരുമ. കൊതുക് കൊതുക്. രോഗം പരത്തുന്ന ഒരു ജീവിയുടെ പേരെന്താ? കൊതുക് കേട്ടോ. ഇനി അടുത്തത് പാഠം 19 ഓല ഔഷധം. ഓല കണ്ടോ? തെങ്ങിൻ്റെ ഓലയാണ്. ഔഷധം എന്താണ്? മെഡിസിൻ, മരുന്നിനാണ് പറയുന്നത്. ഔഷധം ഔഷധം. ഇത് വായിച്ചേ. ഓ ഔ. ഇത് ഏതക്ഷരമാ? ധായാണ്. ധ കണ്ടോ? ഓണം ഓട്, ഓമന, കോഴി കൂവി, കൗതുകം കൗതുകം. ഇനി പാഠം 20 അംബുജം. വെള്ളത്തിൽ വളരുന്ന ഒരു പൂവിൻ്റെ പേരെന്താ? അംബുജം, ലോട്ടസ് അല്ലേ, താമര. അംബുജം അംബുജം. അമ്മിൻ്റെ ചിഹ്നമാണ്. അംഗം അംഗം. അംശം അംശം. ഗംഗ ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേരെന്താ? ഗംഗ അല്ലേ. നാഷണൽ റിവർ ഓഫ് ഇന്ത്യ ആണ് ഗംഗ.